ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITക്ക് വീഴ്ചയെന്ന് വാർത്ത. സ്വർണം ചെമ്പാക്കിയ മിനിറ്റ്സിന്റെ ശാസ്ത്രീയ പരിശോധന നടത്താൻ കഴിഞ്ഞില്ല. പത്മകുമാറിനെതിരായ നിർണായക തെളിവിലാണ് ഈ മെല്ലെപ്പോക്കുള്ളത്. അതേസമയം മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യത്തിൽ ഇറങ്ങാതിരിക്കാൻ പുതിയ കേസുകൾ എടുക്കാനാണ് SITയുടെ നീക്കം. ഷബീദ് റാവുത്തർ ഈ പ്രധാനപ്പെട്ട വിവരവുമായി ചേരുന്നു. ഷബീദ്, ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഈ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതിനെതിരെ അടക്കം പ്രതിപക്ഷത്തിന്റെ കുറ്റപ്പെടുത്തൽ നമ്മൾ കേട്ടതാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. SITയുടെ ഭാഗത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട നീക്കമായി നടത്തേണ്ട ചില തെളിവ് ശേഖരണ പ്രോസസ്സുകളിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. പത്മകുമാറിനെതിരെയുള്ള നിർണായക തെളിവിലാണ് SITയുടെ മെല്ലെപ്പോക്ക്. സ്വർണം ചെമ്പാക്കി എന്നുള്ള മിനിറ്റ്സ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഇതിൻ്റെ ബേസ് എന്ന് പറയപ്പെടുന്ന തെളിവ് ആ മിനിറ്റ്സ് ആണ്. അതിൻ്റെ ശാസ്ത്രീയ പരിശോധന നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ചെമ്പ് എന്ന് എഴുതിയ പത്മകുമാറിന് ഉറപ്പിക്കാൻ കൈയക്ഷരം പരിശോധിക്കണം. ഇതിനായി സാമ്പിൾ ശേഖരിച്ചത് 3 ദിവസം മുൻപ് മാത്രമാണ്. അതായത് ഏതാണ്ട് 3 മാസത്തിലധികമായി SIT അന്വേഷണം നടത്തുകയാണ്. പത്മകുമാറിനെതിരായിട്ടുള്ള നിർണായക തെളിവിൽ വിവരം ശേഖരിച്ചത് അത് 3 ദിവസം മുൻപ് മാത്രം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പത്മകുമാർ അറസ്റ്റിലായി ഇതിനോടകം തന്നെ 2 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഫലം ലഭിക്കാതെ കുറ്റപത്രം നൽകാനാവില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ പത്മകുമാറിനും സ്വാഭാവിക ജാമ്യം കിട്ടുന്ന പ്രോസസ്സിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. രണ്ടാമത്തേത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും രണ്ടാമത്തെ കേസിൽ ജാമ്യം ലഭിച്ചാൽ പുറത്തേക്ക് വരും. അത് തടയാൻ വേണ്ടി SIT ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പോറ്റിക്കെതിരെ പുതിയ കേസുകൾ എടുക്കാനാണ് നീക്കം. റിയൽ എസ്റ്റേറ്റ് ചെക്ക് തട്ടിപ്പ് പരാതികളിൽ കേസെടുത്തേക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.